നിൻഹിതം ചെയ്യുവാ എൻ ദൈവമേ, നിന്നിഷ്ടം ചെയ്യുവാൻ വന്നിടുന്നേ ഞാനെന്നു മോദമാ. എൻ്റെ ഇഷ്ടം ഒന്നും വേണ്ട പ്രിയനേ, അങ്ങേ ഇഷ്ടം എൻ്റെ ഇഷ്ടം വേണ്ട പ്രിയനേ, അങ്ങേ. പ്രൈസ് ദി ലോർഡ്. ഇന്നത്തെ ഈ വിശുദ്ധ പകൽക്കാലത്തെ ചിന്തയ്ക്കായി 1 ദിനവൃത്താന്തം ഫസ്റ്റ് ക്രോണിക്കൽസ് ചാപ്റ്റർ 4 വേഴ്സ് 9 and 10. 1 ദിനവൃത്താന്തം 4-ാം അധ്യായം 9-10 വാക്യങ്ങൾ വായിപ്പാൻ ആഗ്രഹിക്കുന്നു. യബേസ് തൻ്റെ സഹോദരന്മാരെക്കാൾ ഏറ്റവും മാന്യനായിരുന്നു. അവൻ്റെ അമ്മ ഞാൻ അവനെ വ്യസനത്തോടെ പ്രസവിച്ചു എന്ന് പറഞ്ഞ് അവൻ എബേസ് എന്ന് പേരിട്ടു. എബേസ് ഇസ്രായേലിൻ്റെ ദൈവത്തോടെ നീ എന്നെ നിശ്ചയമായി അനുഗ്രഹിച്ച് എൻ്റെ അതിര് വിസ്താരമാക്കുകയും നിൻ്റെ കൈ എന്നോടുകൂടി ഇരുന്ന് അനർത്ഥം എനിക്ക് വ്യസന കാരണമായി തീരാതെ വണ്ണം എന്നെ കാക്കുകയും ചെയ്താൽ കൊള്ളാമായിരുന്നു എന്നപേക്ഷിച്ചു. അവർ അപേക്ഷിച്ചതിനെ ദൈവം അവന് നൽകി. ഈ വചനത്തിനായി നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു. കർത്താവിന് നന്ദിയോട് സ്തോത്രം. ഹല്ലേലൂയ. എബേസിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഇതിൻ്റെ 1-ാമത്തെ വാക്യം വായിക്കുന്ന അവസരങ്ങളിൽ യാക്കോബിൻ്റെ മക്കളിൽ ഒരുവനായ യഹൂദയുടെ ആ പാരമ്പര്യം അനുസരിച്ചുള്ളതായ ആ ട്രഡീഷണലിൽ അവരുടെ മക്കളാണ്. ദൈവത്തിന് സ്തോത്രം എബേസ് എന്ന് മനസ്സിലാക്കുവാൻ കഴിയും. പ്രിയമുള്ളവരെ, കർത്താവിന് നന്ദിയോട് സ്തോത്രം. ദൈവസന്നിധിയിൽ താൻ പ്രാർത്ഥിക്കുവാനിടയായി. ആ പ്രാർത്ഥനാ വാചകങ്ങളാണ് വിവിധ നിലകളിൽ പ്രാർത്ഥനയെ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ നമ്മൾ എഫെസ്യ ലേഖന ഭാഗങ്ങളിലും ഫിലിപ്പിയ ലേഖനങ്ങളിലും മറ്റ് പല ലേഖന ഭാഗങ്ങളിൽ നിന്നും നമുക്ക് മനസ്സിലാക്കുവാനായി കഴിയും. അങ്ങനെയാണെങ്കിൽ പ്രിയമുള്ളവരെ, കർത്താവിന് നന്ദിയോട് സ്തോത്രം. ദൈവത്തിൻ്റെ മകനായ എബേസ് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുവാൻ, ദൈവസന്നിധിയിൽ സമർപ്പിക്കുവാനിടയായി. എബേസ് പ്രാർത്ഥിച്ചത് തൻ്റെ പ്രാർത്ഥനാ വാചകങ്ങളിൽ ആദ്യമായി പറയുന്നത് എബേസ് തൻ്റെ സഹോദരന്മാരെക്കാൾ ഏറ്റവും മാന്യനായിരുന്നു. ദൈവത്തിന് സ്തോത്രം. മറ്റ് സഹോദരന്മാരെല്ലാം മാന്യന്മാർ തന്നെയാണ്. കർത്താവിന് നന്ദിയോട് സ്തോത്രം. അവരെത്ര പേരുണ്ടെന്നോ മറ്റു കാര്യങ്ങളെക്കുറിച്ച് ഡീറ്റെയിൽസ് വിവരങ്ങൾ നമുക്കറിയത്തില്ലെങ്കിലും അവരെല്ലാം മാന്യന്മാർ തന്നെയാണ്. അവരുടെ ഇടയിൽ എങ്ങനെയുള്ളവനായിരുന്നു? ഏറ്റവും എങ്ങനെയാണ്? സ്തോത്രം. ജബേസ് വാസ് മോർ ഹോണറബിൾ ദാൻ ഹിസ് ബ്രദേഴ്സ്. ദൈവത്തിന് സ്തോത്രം. ഏറ്റവും മാന്യനായി തീരുവാനിടയായി. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ഒരു സൂപ്പർ ലെവലിൽ നമ്മൾ എത്തുക എന്നുള്ളതാണ് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ഏറ്റവും ഒരു ടോപ്പ് ലെവലിലേക്ക് എത്തുവാൻ തക്കോണം ദൈവം നമ്മെ അതിനുവേണ്ടിയാണ് വിളിച്ചിരിക്കുന്നത്. കർത്താവിന് നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു. ഒരു ഓർഡിനറി ടൈപ്പ് ഒരു സാധാരണ ഒരു ലൈഫല്ല ദൈവം നമ്മെ ഒരു സൂപ്പർ ലെവലിലേക്ക് എത്തുവാൻ പരിശുദ്ധാത്മാവ് നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. എബേസിനെ കുറിച്ച് പറയുമ്പോഴത്തേക്കിന് താൻ ഏറ്റവും വളരെയധികം മാന്യനായൊരു വ്യക്തിയാണെന്ന് മനസ്സിലാക്കുവാൻ കഴിയും. അടുത്ത വാക്യത്തിൽ നമ്മെ ഓർപ്പിക്കുന്നത് അവൻ്റെ അമ്മ ഞാൻ അവനെ എന്ത് ചെയ്തു? വ്യസനത്തോടെ പ്രസവിച്ചു. എന്താണ് വിഷയങ്ങളെന്നൊന്നും നമുക്കറിയത്തില്ല. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അമ്മയുടെ ജീവിതകാലത്ത്, ഈ മാതാവിൻ്റെ ജീവിതത്തിൽ കർത്താവിന് സ്തോത്രം, പ്രതിസന്ധികൾ ധാരാളം നിറഞ്ഞതായ സാഹചര്യങ്ങളിലൂടെ കടന്നുപോയതായ അനുഭവങ്ങളുണ്ടായി കാണും. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ആ സാഹചര്യങ്ങളുടെ മധ്യത്തിൽ കർത്താവിന് നന്ദിയോട് സ്തോത്രം ഈ മകൻ ജനിക്കുവാനിടയായി. ഹല്ലേലൂയ. അപ്പോൾ നമ്മുടെയൊക്കെ ജീവിതത്തിൽ കർത്താവിന് സ്തോത്രം, നമ്മുടെ മാതാക്കൾ വളരെ പ്രയാസം നിറഞ്ഞതായ സാഹചര്യങ്ങളിലൂടെ നമ്മെ വളർത്തിക്കൊണ്ട് വന്നതായ സാഹചര്യങ്ങളുണ്ട്. കർത്താവിന് സ്തോത്രം. ഒരുപക്ഷെ പുസ്തകമായി അവരെഴുതണമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ വേണമെങ്കിൽ ധാരാളം കാര്യങ്ങൾ വിശദമായി എഴുതുവാനും ഒരു ആർട്ടിക്കിൾ തന്നെ തയ്യാറാക്കുവാനോ ഒരു പുസ്തകം തന്നെ തയ്യാറാക്കാനോ അവരെ കൊണ്ട് സാധിക്കും. വളരെയധികം മക്കളുള്ളതായ സാഹചര്യങ്ങളിൽ കുഞ്ഞുങ്ങളെ വളർത്തിക്കൊണ്ട് വന്ന സാഹചര്യങ്ങൾ, ആ ചുറ്റുപാടുകളിലെല്ലാം ദൈവത്തിന് സ്തോത്രം വ്യസനകരമായ പല കാര്യങ്ങളുണ്ട്. പല നീക്കിത്തള്ളലുകളും പലരും നമ്മെ അവോയ്ഡ് ചെയ്തതായ സാഹചര്യങ്ങൾ നമ്മുടെ മാതാക്കൾക്ക് സംഭവിച്ചിട്ടുണ്ട്. എന്നാൽ അതേ അനുഭവം പോലെ തന്നെ ഈ എബേസിൻ്റെതായ ആ മാതാവിന് സംഭവിക്കാനിടയായി. ആ ഒരു സാഹചര്യത്തിലൂടെ മുമ്പോട്ട് പോകുമ്പോൾ കർത്താവിന് സ്തോത്രം. ഹല്ലേലൂയ. താനെ ജനിക്കപ്പെടുവാനിടയായി. അങ്ങനെയാണെങ്കിൽ പ്രിയമുള്ളവരെ, കർത്താവിന് നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു. ഏത് സാഹചര്യങ്ങളെ അറിയുന്നവനായ ഒരു കർത്താവുണ്ടെന്നുള്ള കാര്യം നാം മറന്നു പോകരുതേ. കർത്താവിന് സ്തോത്രം. യെരമ്യാവിൻ്റെ പുസ്തകം നമ്മൾ 1-ാം അധ്യായ ഭാഗങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ
ആമേനെ യെരമ്യാവിനെ എവിടെ വെച്ച് കണ്ടെന്നാണ് അവിടെ എഴുതിയിട്ടുണ്ട്. ബുക്ക് ഓഫ് ജെറമായ ചാപ്റ്റർ 1 അവിടെ നമ്മളെ ഓർപ്പിക്കുന്നത് എന്താണ്? യെരമ്യാവിൻ്റെ പുസ്തകം അതിൻ്റെ 1-ാം അധ്യായ ഭാഗങ്ങളിൽ നമ്മെ ഓർപ്പിക്കുന്നത്, ദൈവത്തിന് സ്തോത്രം, അതിൻ്റെ 4-ാമത്തെ വാക്യം, യഹോവയുടെ അരുളപ്പാട് എനിക്കുണ്ടായതെന്നാൽ നിന്നെ ഉദരത്തിൽ ഉരുവാക്കിയതിന് മുമ്പ്, ബിഫോർ ഐ ഫോംഡ് യു ഇൻ ദ വൂംബ് ഐ ന്യൂ യു. കർത്താവിന് സ്തോത്രം. ഉദരത്തിൽ ആമേൻ അവൻ ജനിക്കപ്പെടുന്നതിന് മുമ്പ് തന്നെ ആമേൻ സ്തോത്രം അറിയുന്നവനായ ഒരു കർത്താവാണ്. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. പൗലോസിൻ്റെ ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ ആമേൻ ഗോഡ് ഹാസ് സെലക്റ്റഡ് ബിഫോർ ദ ഫൗണ്ടേഷൻ ഓഫ് ദ വേൾഡ്. ലോകസ്ഥാപനത്തിന് മുമ്പ് ദൈവം നമ്മെ എന്ത് ചെയ്തു? തിരഞ്ഞെടുക്കുവാനിടയായി. ആ തിരഞ്ഞെടുപ്പ്, ആ കോളിംഗ് ഉള്ളതുകൊണ്ടാണ് പ്രിയമുള്ളവരെ നമ്മൾ വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുവാനിടയാകുന്നത്. കർത്താവിന് നന്ദിയോട് സ്തോത്രം. അനേകർ വിശ്വാസ ജീവിതത്തിൽ നിന്നും പുറകോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടങ്ങളിലാണ്. കർത്താവിന് നന്ദിയോട് സ്തോത്രം. കാറ്റിനാൽ ഉലയുന്ന ഓടയെപ്പോലെ ആമേൻ പിടിച്ചതായ വിശ്വാസങ്ങളും അതിൻ്റെതായ സത്യാവസ്ഥകൾ എന്താണെന്ന് മനസ്സിലാക്കുവാനായിട്ട് കഴിയാതെ വണ്ണം മാറിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രത്യേക സാഹചര്യങ്ങളുടെ മധ്യത്തിലെ പ്രിയമുള്ളവരെ, വിശുദ്ധന്മാർക്കൊരിക്കലായി ഫലമേൽപ്പിച്ച വിശ്വാസത്തിന് വേണ്ടി പോരാടുവാൻ തക്കവണ്ണം ദൈവം നമുക്ക് കൃപ നൽകിയിരിക്കുകയാണെന്ന് നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു. ഇതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കർത്താവിന് നന്ദിയോട് സ്തോത്രം. ലോകസ്ഥാപനത്തിന് മുമ്പ് നമ്മെ കണ്ടവനാണ്. ഇവിടെ എഴുത്തുകാരൻ പറഞ്ഞിരിക്കുന്നത്, നിന്നെ ഉദരത്തിൽ നിന്നും ഉരുവാക്കുന്നതിന് മുമ്പ് ഞാൻ നിന്നെ അറിഞ്ഞു. നീ ഗർഭപാത്രത്തിൽ പുറത്തു വന്നതിന് മുമ്പ് ഞാൻ നിന്നെ എന്ത് ചെയ്തിരിക്കുന്നു? ഐ കോൺസിഗ്രേറ്റ് യു ആൻഡ് ഓൾസോ ഐ ഹാവ് അപ്പോയിൻറ്റഡ് യു. കർത്താവിന് നന്ദിയോട് സ്തോത്രം. നമ്മെ വിശുദ്ധീകരിച്ച്, യെരമ്യാവിനെ വിശുദ്ധീകരിച്ച് അപ്പോയിൻമെൻറ്റ് ചെയ്തിരിക്കുകയാണ്. കർത്താവിന് പ്രിയമുള്ളവരെ, കർത്താവിന് സ്തോത്രം. നമ്മൾ പുറകോട്ട് നോക്കുന്ന അവസരങ്ങളിൽ നമ്മളെ കാര്യം ആമീൻ സ്തോത്രം ശ്രേഷ്ഠന്മാരായ അനേക ആൾക്കാരുണ്ടെങ്കിലും അവരാരും ദൈവത്തിന് മാന്യന്മാരല്ല. അതാണ് കർത്താവിന് നന്ദിയോട് സ്തോത്രം. മോശയെക്കുറിച്ച് ഒരുപാട് അഭിപ്രായങ്ങൾ ആളുകൾക്ക് പറയുവാൻ കഴിയും. മോശയുടെ ശരീരത്തിനായിട്ട് എന്ത് ചെയ്തെന്നാണ് പറഞ്ഞിരിക്കുന്നത്? പിശാച് എന്ത് ചെയ്തു? വാദിക്കുവാനിടയായി തീർന്നു. പിശാചിന് ഒത്തിരി കുറ്റം പറയുവാനുണ്ട്. എന്നാൽ കർത്താവ് നോക്കിക്കഴിഞ്ഞപ്പോൾ മോശയെ പോലെ എങ്ങനെയുള്ളവനാണ്? അവനെപ്പോലെ സൗമ്യനായ ഒരു മനുഷ്യൻ ലോകത്തിൽ ആരുമില്ല. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അങ്ങനെയാണെങ്കിൽ പ്രിയമുള്ളവരെ, നമ്മെ കാണുന്നവനായ ഒരു കർത്താവ് ആമേൻ യെരമ്യാവിനെ കാണുവാനിടയായി. ദൈവത്തിന് സ്തോത്രം. അതാണ് എഴുതിയിരിക്കുന്നത്, നിന്നെ ഞാൻ വിശുദ്ധീകരിച്ചിരിക്കുന്നത്. ആൻഡ് ഓൾസോ ഐ അപ്പോയിൻറ്റഡ് യു. കർത്താവിന് നന്ദിയോട് സ്തോത്രം. കർത്താവ് നമ്മെ അപ്പോയിൻമെൻറ്റ് ചെയ്തുകൊണ്ടാണ് നമ്മളിവിടെ വരുവാനിടയായത്. കർത്താവിനെ സ്നേഹിക്കുവാനിടയായതിൻ്റെ കാരണം അതാണ്. കർത്താവിനെ മഹത്വപ്പെടുത്തുവാനിടയായി. കർത്താവിനെ ഹല്ലേലൂയ നമ്മളെ പ്രീഡെസ്റ്റിൻ ചെയ്തതിനാൽ ദൈവത്തിന് സ്തോത്രം നമുക്ക് രക്ഷിക്കപ്പെടുവാനിടയായി തീർന്നു. ഹല്ലേലൂയ പിതാവ് നമ്മളിൽ ആകർഷിക്കുവാനിടയായി തീർന്നു. നമ്മൾ ഒരു സാഹചര്യമല്ല, നമ്മുടെ ആമേൻ വിദ്യാഭ്യാസത്തിൻ്റെ യോഗ്യതയല്ല, കുടുംബത്തിൻ്റെ ശ്രേഷ്ഠതയല്ല, നമ്മുടെ പേഴ്സണാലിറ്റിയുടെ യോഗ്യതയല്ല, മറ്റ് യാതൊരു യോഗ്യതയല്ല. പിതാവ് നമ്മളിൽ എന്ത് ചെയ്തു? ആകർഷിക്കുവാനിടയായി തീർന്നു. ഹല്ലേലൂയ. ആ പിതാവിൻ്റെ സാന്നിധ്യത്തിനായി സ്തോത്രം പ്രിയമുള്ളവരെ. അങ്ങനെയാണെങ്കിൽ പ്രിയമുള്ളവരെ, അടുത്ത വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത് ആമേൻ സ്തോത്രം. അടുത്ത വാക്യം പറയുമ്പോൾ ജാതികൾക്ക് എന്ത് ചെയ്തെന്നാണ് പറഞ്ഞിരിക്കുന്നത്? നിന്നെ പ്രവാചകനായിട്ട് നിയമിച്ചിരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. ഒരിക്കലും ആമേൻ പ്രതീക്ഷിക്കാത്ത ഒരു പൊസിഷൻ ലഭിക്കുവാനിടയായി തീർന്നിരിക്കുകയാണ്. ദൈവം ഒരിക്കലും താൻ പ്രതീക്ഷിച്ചില്ല. താൻ എന്നോട് പറയണേ, എന്നാൽ ഞാൻ അയ്യോ യഹോവയായ കർത്താവേ, എനിക്ക് സംസാരിക്കുവാൻ അറിഞ്ഞുകൂടാ. ഐ സെഡ് ആമേൻ ലോർഡ് ബിഹോൾഡ് ഐ ഡു നോട്ട് നോ ഹൗ ടു സ്പീക്ക്. എനിക്ക് സംസാരിക്കാൻ എന്ത് ചെയ്തില്ല? അറിയത്തില്ല. എനിക്ക് കഴിവില്ല. എൻ്റെ ഒരു ലിമിറ്റേഷനുണ്ട് പ്രിയമുള്ളവരെ. പലപ്പോഴും നമ്മുടെ ലിമിറ്റേഷനെ സംബന്ധിച്ച് നമ്മൾ ഒത്തിരി ഭാരപ്പെടാറുണ്ട്. കർത്താവിന് സ്തോത്രം. എനിക്ക് സംസാരിക്കാൻ അറിഞ്ഞുകൂടാ എന്നുള്ളതായ കാര്യങ്ങൾ. കർത്താവിന് സ്തോത്രം. ഒരു ജനത്തിൻ്റെ ഇടയിലെ പ്രവാചകനായി നിയമിക്കുന്ന അവസരങ്ങളിൽ അവരുടെ ഇടയിൽ പോയി സംസാരിക്കുവാനുള്ളതായ ഒരു സംസാരത്തിൻ്റെതായ ഒരു ഫ്ലുവൻസി എനിക്ക് കിട്ടുന്നില്ല. അതുതന്നെയാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. എന്നാൽ അയ്യോ യഹോവയായ കർത്താവേ, എനിക്ക് സംസാരിപ്പാൻ അറിഞ്ഞുകൂടാ, ഞാൻ ബാലനല്ലോ എന്ന് പറഞ്ഞു. ബിക്കോസ് ഐ ആം യൂത്ത്. ഹല്ലേലൂയ. ഐ എം എ യങ് പേഴ്സൺ. ഹല്ലേലൂയ. ഐ കുഡ് നോട്ട് സ്പീക്ക് വെരി വെൽ. എനിക്ക് സംസാരിക്കുവാനായിട്ട് എന്ത് ചെയ്യുന്നില്ല? കഴിയുന്നില്ല. 7-ാം വാക്യത്തിൽ അതിന് യഹോവ എന്നോട് അരുളി ചെയ്തത്, ഞാൻ ബാലനെന്ന് നീ എന്ത് ചെയ്യരുത്? നീ ബാലനെന്ന് പറയരുത്. ഹല്ലേലൂയ. 7-ാം വാക്യം ഒരിക്കൽ കൂടെ നമ്മളെ ഓർപ്പിക്കുകയാണ്, ഡു നോട്ട് സേ ഐ ആം യൂത്ത്. ആമേൻ. നമ്മുടെ ജീവിതത്തിൽ ഇവിടെ ഇരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരും ഞാൻ കഴിവില്ലാത്തവരാണ്, എനിക്കൊന്നും ചെയ്യുവാൻ കഴിയത്തില്ല, കർത്താവിന് വേണ്ടി ഒന്നും ചെയ്യുവാൻ കഴിയത്തില്ല. എന്നാൽ കഴിഞ്ഞ 4-5 ദിവസങ്ങളിലായി നമ്മുടെ ഭൗതിക ജോലി കാര്യങ്ങൾക്ക് നമുക്ക് ചെയ്യുവാനായിട്ട് കഴിവുണ്ടായിരുന്നു. എന്നാൽ കർത്താവിന് വേണ്ടി നമുക്ക് ചെയ്യുവാൻ കഴിവുണ്ടോ എന്ന് ചോദിച്ചാൽ, നമ്മൾ മനസ്സ് വെച്ച് കഴിയുമ്പോൾ കർത്താവിൽ പ്രിയമുള്ളവരെ നമുക്ക് കഴിവുണ്ടാകുക തന്നെ ചെയ്യും. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്ന ഹല്ലേലൂയ. ദൈവം എന്നെ എടുത്ത് ഉപയോഗിക്കണമേ എന്ന് നാം ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചാൽ ദൈവം തീർച്ചയായിട്ടും ഉപയോഗിക്കാൻ കഴിയും. 7-ാം വാക്യം നമ്മെ ഓർപ്പിക്കുന്നത്, അതിന് യഹോവ എന്നോട് അരുളിച്ചത്, ഞാൻ ബാലനെന്ന് നീ എന്ത് ചെയ്യരുത്? ഞാൻ നിന്നെ അയക്കുന്ന ഏവരുടെയും അടുക്കൽ നീ പോവുകയും ഞാൻ നിന്നോട് കൽപ്പിക്കുന്നതൊക്കെയും എന്ത് ചെയ്യണം? അടുത്ത വാക്യം, നീ അവരെ എന്ത് ചെയ്യരുത്? ഭയപ്പെടരുത്. പ്രിയമുള്ളവരെ, കർത്താവിന് നന്ദിയോട് സ്തോത്രം. ഹല്ലേലൂയ. യെരമ്യാവിനെ ദൈവം വിളിക്കുന്നതായ സാഹചര്യങ്ങൾ
ഹാലലൂയ പ്രതികൂലമായ സാഹചര്യങ്ങളുടെ മധ്യത്തിലാണ്. കർത്താവിന് സ്തോത്രം. ഇസ്രായേൽ മക്കളുടെ ഇടയിൽ പോയി ഹാലലൂയ പ്രവചിക്കുക എന്ന് പറഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഈ സാഹചര്യങ്ങളിൽ കർത്താവ് തന്നെ അപ്പോയിൻമെൻറ്റ് ചെയ്യുവാനിടയായി തീർന്നു. അങ്ങനെയാണെങ്കിൽ ദൈവത്തിന് സ്തോത്രം. പ്രതികൂലമായ സാഹചര്യങ്ങളുടെ മധ്യത്തിൽ വേദനയുടെ നിമിഷങ്ങളിലൂടെ ഹാലലൂയ കണ്ണുനീരിൻ്റെതായ ദിവസങ്ങളിലൂടെ കടന്നുപോയതായ സാഹചര്യങ്ങൾ എബേസിൻ്റെ മാതാവിനുണ്ടാകുവാനിടയായി. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ആ സാഹചര്യങ്ങളിൽ കർത്താവിന് നന്ദിയോട് സ്തോത്രം. ഹാലലൂയ താന് ജനിക്കപ്പെടുവാനിടയായി തീർന്നു. അടുത്ത വാക്യം നമ്മെ ഓർപ്പിക്കുന്നത് എന്താണ് പറഞ്ഞിരിക്കുന്നത്? ഹാലലൂയ ഹാലലൂയ 10-ാമത്തെ വാക്യം, എബേസ് ഇസ്രായേലിൻ്റെ ദൈവത്തോട് ഹാലലൂയ വേദനയിലൂടെ നടുവിലൂടെ കടന്നുപോയ എബേസിനെ സംബന്ധിച്ച് പറയാമെങ്കിൽ അവൻ ദൈവമായൊരു കണക്ഷൻ ഉണ്ടായിരുന്നു, ദൈവമായൊരു ബന്ധമുണ്ടായിരുന്നു. കർത്താവിന് നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു. അങ്ങനെയാണെങ്കിൽ പ്രിയമുള്ളവരെ, കർത്താവിൻ്റെ സന്നിധിയിൽ നമുക്ക് പ്രാർത്ഥിക്കുവാൻ കഴിയും. നമ്മുടെ ദൈവമായ കർത്താവിനോട് പ്രാർത്ഥിക്കാൻ കഴിയും. ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവിനോട് പ്രാർത്ഥിച്ചതായ പ്രാർത്ഥനാ വാക്യമാണ് 10-ാം വാക്യം. എബേസ് ഇസ്രായേലിൻ്റെ ദൈവത്തോട് നീ എന്നെ എന്ത് ചെയ്യണമെന്ന് പറഞ്ഞിരിക്കുന്നത്? നിശ്ചയമായും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആ വാക്യം ഒന്നുകൂടെ വായിക്കാം. എന്താണ് എഴുതിയിരിക്കുന്നത്? നിശ്ചയമായും ആ ആ മതി. കർത്താവിന് സ്തോത്രം. ജബേസ് പ്രേഡ് ടു ദ ഗോഡ് ഓഫ് ഇസ്രായേൽ, പ്ലീസ് ബ്ലസ് മീ. ദയവായി കർത്താവെ എന്നെ അനുഗ്രഹിക്കണമേ. നിശ്ചയമായും ഡെഫിനറ്റ്ലി ഗോഡ് ബ്ലസ് മീ. എന്നെ നിശ്ചയമായി നീ എന്ത് ചെയ്യണം? അനുഗ്രഹിക്കണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമ്മൾ ഓരോ സന്ദർഭങ്ങളിൽ ഓരോ സാഹചര്യങ്ങളിൽ നമ്മൾ പ്രാർത്ഥിക്കുന്ന അവസരങ്ങളിൽ ആമേൻ സ്തോത്രം, ചില അവസരങ്ങളിൽ വിതൗട്ട് എനി ക്വസ്റ്റ്യൻ ഗോഡ് ഈസ് ഗോയിങ് ടു ബ്ലെസ് യു അബൻഡൻ്റ്ലി. സമർത്ഥമായി യാതൊരു ക്വസ്റ്റ്യനും ചെയ്യത്തില്ല. ആമേൻ സ്തോത്രം സ്തോത്രം. ലാബാൻ്റെ ഭവനത്തിൽ നിന്ന് യാത്ര ചെയ്ത യാക്കോബിൻ്റെ ജീവിതത്തിൽ ദൈവത്തിന് സ്തോത്രം. ഹാലലൂയ. താൻ ഏകനായി തീരുന്നതായ സമയങ്ങളുണ്ട്. ആ സമയങ്ങളിൽ ദൈവസന്നിധി പ്രാർത്ഥിക്കാനിടയായി. ഓൾ നൈറ്റ് ദൈവസന്നിധിയിൽ മല്ലു പിടിക്കുവാനിടയായി. മല്ലു പിടിക്കാൻ ഫിസിക്കൽ ആയിട്ടുള്ളതായ തൻ്റെ സ്ട്രെങ്ത് കാണിക്കത്തക്ക നിലയിലുള്ളതായ ഒരു പോരാട്ടമല്ലായിരുന്നു. താൻ ഹോശേയ പ്രവചനത്തിൽ പറഞ്ഞിരിക്കുന്നത് താൻ ആമേൻ ആ രാത്രി കണ്ണുനീരോടെ പ്രാർത്ഥിക്കുവാനിടയായി, കണ്ണുനീരൊഴുക്കുവാനിടയായി. ഒരു പ്രാർത്ഥന എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു മല്ലു പിടിക്കുന്ന പ്രാർത്ഥനയാണ്. ദൈവത്തിന് സ്തോത്രം. നാട്ടിലൊക്കെ പറയാറുണ്ട് പിടിച്ചു വെച്ച് പ്രാർത്ഥിക്കുക എന്ന് പറയാറുണ്ട്. ഹല്ലേലൂയ. പിടിച്ചു വെച്ച് പ്രാർത്ഥിക്കുക. പ്രാർത്ഥനയില്ല പിടിയില്ലെന്നുള്ളതാണ്. കർത്താവിന് സ്തോത്രം. ആ നിലകളിലേക്ക് എത്തിയിരിക്കുകയാണ്. ഒരു നില പിടിച്ചു വെച്ചുള്ള പ്രാർത്ഥനയൊന്നുമില്ല. കർത്താവിന് സ്തോത്രം. പ്രാർത്ഥന എന്ന് പറഞ്ഞ ഒരു പരിപാടിയില്ല. കർത്താവിന് നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു. എബേസ് പ്രാർത്ഥിച്ചു. യാക്കോബ് എന്ത് ചെയ്തു? ആമേൻ സ്തോത്രം. ആ ആറ്റിൻ്റെതായ ആ ഒരു കരയിൽ നിന്നുകൊണ്ട് രാത്രി മുഴുവനായി ഹാലലൂയ അഹവ ആറ്റിൻ്റെ ആ അരികിൽ നിന്നുകൊണ്ട് കണ്ണുനീരോടെ പ്രാർത്ഥിക്കുവാനിടയായി. ആ രാത്രി മുഴുവൻ പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ ആ ലാസ്റ്റ് മൂമെൻറ്റിൽ കർത്താവ് ചോദിക്കുകയാണ്, നിൻ്റെ പേര് എന്താണ്? കർത്താവിന് സ്തോത്രം. അനുഗ്രഹത്തിന് മുമ്പായി കർത്താവിന് നന്ദിയോട് സ്തോത്രം പേര് ചോദിക്കുന്നതായിട്ട് മനസ്സിലാക്കുവാൻ കഴിയും. ചില അവസരങ്ങളിൽ കർത്താവ് അങ്ങോട്ട് ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. എന്നാൽ എബേസിനെ സംബന്ധിച്ച് അങ്ങനെയുള്ള ചോദ്യങ്ങളൊന്നും ഇവിടെയില്ല. കർത്താവിന് സ്തോത്രം. കർത്താവിൻ്റെ സന്നിധി പറയാനിടയായി. നിശ്ചയമായും കർത്താവെ എന്നെ എന്ത് ചെയ്യണമേ? അനുഗ്രഹിക്കണമേ. കർത്താവിൽ പ്രിയമുള്ളവരെ, കർത്താവിന് നന്ദിയോട് സ്തോത്രം. വിവിധങ്ങളാകുന്ന ആവശ്യത്തോടെ ദൈവസന്നിധിയിലായിരിക്കുന്ന ദൈവമക്കൾ, കർത്താവെ ഹാലലുയ ഡെഫിനറ്റ്ലി ഗോഡ് ബ്ലെസ് മീ. ഹാലലുയ ടുഡേ. ഹാലലുയ ഇന്ന് പകൽ എന്നെ അനുഗ്രഹിച്ചേ മതിയാവും കർത്താവേ. ഹാലലുയ. ആ ഒരു തീരുമാനം, യാക്കോബ് തീരുമാനം, നീ എന്നെ അനുഗ്രഹിച്ചല്ലാതെ ഞാൻ നിന്നെ എന്ത് ചെയ്യില്ല, വിടുകയില്ല. കർത്താവെ ഞങ്ങളുടെ ജീവിതത്തിൽ, എൻ്റെ വ്യക്തിപരമായ ജീവിതത്തിൽ, ഹാലലുയ കുടുംബത്തിൻ്റെ ജീവിതത്തിൽ അവസ്ഥയിൽ, സഭയുടേതായ അവസ്ഥയിൽ, ഭൗതിക ജോലി മണ്ഡലങ്ങൾ, എവിടെ ഏത് സാഹചര്യങ്ങളായിക്കോട്ടെ, കർത്താവെ നിശ്ചയമായും ഒരു അനുഗ്രഹം ആവശ്യമാണ്. ആ അനുഗ്രഹത്തിന് വേണ്ടി നിലവിളിക്കാനിടയായി. നിശ്ചയമായും അനുഗ്രഹിക്കണമേ. പ്ലീസ് ബ്ലസ് മീ ആൻഡ് ഗിവ് മീ എ മോർ ഹാലലുയ ടെറിട്ടറി. ഹാലലുയ എൻ്റെ അതിരുകളെ എന്ത് ചെയ്യണമേ? ലോർഡ് എക്സ്റ്റെൻഡഡ് മൈ അമേൻ ഹാലലുയ അമേൻ സ്തോത്രം ബൗണ്ടറീസ്. ഹാലലുയ എൻ്റെ അതിരിനെ എന്ത് ചെയ്യണമേ? വിസ്താരമാക്കണമേ എന്ന് പ്രാർത്ഥിക്കുവാനിടയായി. പ്രിയമുള്ളവരെ, കർത്താവിന് നന്ദിയോട് സ്തോത്രം. എന്തോ സംഭവിക്കാനിടയായി? 10-ാമത്തെ വാക്യത്തിൽ എന്താ പറയുക? നീ എന്നെ നിശ്ചയമായി എന്ത് ചെയ്യണം? അനുഗ്രഹിച്ച് എൻ്റെ അതിരെന്ത് ചെയ്യണം? വിസ്താരമാക്കണം. നിൻ്റെ കൈ എന്നോടുകൂടെ ഇരുന്ന് എന്ത് ചെയ്യണം? അനർത്ഥം എനിക്കെന്താണ്? പ്രൈസ് ദി ലോർഡ്. പ്ലീസ് ബ്ലെസ് മീ ആൻഡ് ഗിവ് മീ എ മോർ ടെറിട്ടറി. മേ യുവർ പവർ ബി വിത്ത് മീ ആൻഡ് ഫ്രീ മീ ഫ്രം ഈവിൾ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സോ ദാറ്റ് ഐ വിൽ നോട്ട് ബി ഇൻ പെയിൻ. എനിക്ക് യാതൊരു വിധമായ വേദനയില്ലാതെ ആയിരിക്കേണ്ടതിനായി കർത്താവേ ഹല്ലേലൂയ. മാത്രമല്ല ആമേൻ അനർത്ഥമായ കാര്യങ്ങൾ, സാത്താനീയമായ പോരാട്ടങ്ങൾ, അതിൻ്റെ ശക്തികളിൽ നിന്നെല്ലാം എന്നെ വിടുവിക്കുമാറാണമേ. ഹല്ലേലൂയ.
Lord, deliver me all the devil's scheme and plan. Hallelujah. ഹാലലുയ. എല്ലാ സാത്താനീയമായ പരിപാടികളിൽ നിന്നും എന്നെ വിടുവിക്കുമാറാകണമേ എന്ന് ആത്മാർത്ഥമായി പ്രിയമുള്ളവരെ നമുക്ക് പ്രാർത്ഥിക്കാം. അനർത്ഥം നമുക്ക് എന്തായി തീരരുത്, വ്യസന കാരണമായി തീരരുത്. 34 സങ്കീർത്തനം 1-ാം വാക്യത്തിൽ ഞാൻ യഹോവയെ എല്ലാ കാലത്തും എന്ത് ചെയ്യും, വാഴ്ത്തും. ഹിസ് പ്രൈസ് ഈസ് ഇൻ മൈ മൗത്ത്. ഹാലലുയ. അവൻ്റെ സ്തുതി എപ്പോഴും എൻ്റെ എന്താണ്, നാവിന്മേലിരിക്കും. അങ്ങനെയാണെങ്കിൽ പ്രിയമുള്ളവരെ, ഹാലലുയ, കർത്താവിനെ സ്തുതിക്കുവാനും കർത്താവിനെ മഹത്വപ്പെടുത്തുവാനും വന്നിരിക്കുന്ന ദൈവമക്കൾ ആ 34-ാം സങ്കീർത്തനത്തിൻ്റെ ആ ഒടുവിലത്തെ വാക്യഭാഗങ്ങളിൽ വരുമ്പോൾ നീതിമാൻ്റെ അനർത്ഥം എന്താണ്, അസംഖ്യമാകുന്നു. ഹല്ലേലൂയ. അനർത്ഥം എനിക്ക് എന്താകരുത്, വ്യസന കാരണമാകരുത്. നീതിമാൻ്റെ അനർത്ഥം എന്താണ്, അസംഖ്യമാണ്. യഹോവ എല്ലാറ്റിൽ നിന്നും എന്ത് ചെയ്യുന്നു, വിടുവിക്കുന്നു. ആ വിടുവിക്കുന്നവനായ വലിയവനായ ദൈവം നമ്മെ വിടുവിച്ച് നമ്മെ പരിപാലിക്കുന്ന എല്ലാ വിധങ്ങൾക്കായി നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു. പ്രിയമുള്ളവരെ, ആത്മശക്തിയോടെ ആരാധിച്ച് മുമ്പോട്ട് പോകുന്ന ദൈവമക്കൾ ദൈവസന്നിധിയിൽ ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന അവസരങ്ങളിൽ ഒരു വിടുതലിൻ്റെ പൽക്കാലമായി മാറേണ്ടതിനായി നമുക്ക് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം. എബേസ് ദൈവത്തോട് പ്രാർത്ഥിച്ചു, ദൈവമേ നിശ്ചയമായും ഞങ്ങളെ അനുഗ്രഹിക്കണമേ. കർത്താവേ, ഹല്ലേലൂയ. നാളുകളായി നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ടോ? ആമേൻ. രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ടതിന് ശേഷമായി പ്രിയപ്പെട്ടവർ പരിശുദ്ധാത്മാവ് സ്നാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കാറുണ്ട്. അങ്ങനെ ഒരു കാലം ഉണ്ടായിരുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അവർ ബാപ്റ്റിസം ഓഫ് ദ ഹോളി സ്പിരിറ്റ്, ഹല്ലേലൂയ, അതിനുവേണ്ടി പരിശുദ്ധാത്മാവിൻ്റെതായ ആ സ്നാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കാറുണ്ട്. ആ പ്രാർത്ഥിക്കുന്ന വിശുദ്ധന്മാർ, ദൈവമക്കൾ, വിശ്വാസികൾ അവരൊരാഴ്ചകൾ ദിവസങ്ങളായി പ്രാർത്ഥിക്കുകയും കണ്ണുനീരൊഴുക്കുകയും ചെയ്യും ദൈവസന്നിധിയിൽ. ഹല്ലേലൂയ. എന്നോട് കേട്ട പിതാവിൻ്റെ വാഗ്ദത്തത്തിനായി എന്ത് ചെയ്യുക, കാത്തിരിക്കണം എന്നുള്ള വചനപ്രകാരം അവർ കാത്തിരുന്ന് പരിശുദ്ധാത്മാവിനെ നിറയുവാനിടയായി. ആ പെന്തക്കോസ്ത് നാളിൽ ആ പരിശുദ്ധാത്മാവിൻ്റെതായ സ്നാനം നടക്കുവാനിടയായി. അങ്ങനെയാണെങ്കിൽ ആ പരിശുദ്ധാത്മാവിൻ്റെതായ ആ ബാപ്റ്റിസം നമ്മളിൽ നടക്കേണ്ടതിനായി, ആ വാഗ്ദത്തം നമുക്ക് ലഭിക്കേണ്ടതിനായി നാം ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയും ദൈവസന്നിധിയിൽ കണ്ണുനീരൊഴുക്കുകയും ചെയ്യേണ്ടത് ആവശ്യമാണ്. ദൈവസന്നിധി നമ്മെ തന്നെ താഴ്ത്തി ഏൽപ്പിക്കാം. യഹോവേ, നിശ്ചയമായി എന്നെ എന്ത് ചെയ്യണമേ, അനുഗ്രഹിക്കണമേ. ഭൗതിക മണ്ഡലങ്ങളിൽ നമ്മൾ ഓർത്ത അവസരങ്ങളിൽ എല്ലാ കാര്യങ്ങളും നാം ഒരു 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 ചോദിച്ച കാര്യങ്ങളെല്ലാം നമുക്ക് നടക്കുവാനിടയായി. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. ഏലിയാവുമായി സംസാരിക്കുമ്പോൾ കർത്താവിന് സ്തോത്രം, നിൻ്റെ ആത്മാവിൻ്റെ എന്താണ്, ഇരട്ടി പങ്ക് എനിക്ക് ആവശ്യമാണ്. കർത്താവിന് സ്തോത്രം. ഭൗതിക കാര്യങ്ങൾ, ഒരുപാട് കാര്യങ്ങൾ വേണമെങ്കിൽ ചോദിക്കാമായിരുന്നു. കർത്താവിന് നന്ദിയോട് സ്തോത്രം. ഹല്ലേലൂയ. ആ ചോദ്യങ്ങളൊന്നും ചോദിക്കാതെ പറയുകയാണ്, നിൻ്റെ ആത്മാവിൻ്റെ ഇരട്ടി പങ്ക് എനിക്ക് തരണം. അപ്പം ഏലിയാവ് പറയുന്നത്, നീ ചോദിക്കുന്ന കാര്യം വളരെ പ്രയാസമുള്ള കാര്യമാണ് നീ ചോദിക്കുന്നത്. ഹല്ലേലൂയ. എന്നാൽ ഞാൻ എടുക്കപ്പെടുന്ന അവസരങ്ങളിൽ, ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം, എന്നിൽ നിന്ന് വിടുന്നായ പുതപ്പ് നിനക്ക് ലഭിച്ചാൽ ദൈവത്തിന് സ്തോത്രം, അതൊരു അനുഗ്രഹത്തിന് കാരണമായി തീരും. ദൈവത്തിന് സ്തോത്രം. അവസാന നിമിഷം വരെയും ഏലിയാവും ഏലീശയും കൂടി ഒരുമിച്ച് യാത്ര ചെയ്യുവാനിടയായി. യോർദാൻ മറുകര കടന്ന് കർത്താവിന് സ്തോത്രം പറഞ്ഞതായ അപ്പോയിൻമെൻ്റ് ടൈമിൽ, ഹല്ലേലൂയ, ഏലിയാവ് എടുക്കപ്പെടുവാനിടയായി തീർന്നു. ഏലിയാവിൻ്റെ മേൽ നിന്നും വീണതായ പുതപ്പെടുത്ത്, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഒരു പുതിയ ആത്മശക്തിയോടുകൂടെ ആമേൻ യോർദാൻ മറുകര കടക്കുവാനിടയായി. ദൈവത്തിന് സ്തോത്രം. പ്രവാചക ശിഷ്യന്മാരെല്ലാം ഏലീശായെ നോക്കിയപ്പോൾ എന്താണ് പറയുന്നത്, ഇവൻ്റെ മേലെ എന്താണ്, ഏലിയാവിൻ്റെ ആത്മാവ് ഉണ്ടായിരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. അങ്ങനെയാണെങ്കിൽ പ്രിയമുള്ളവരെ, നാം ഇവിടുന്ന് ഇറങ്ങുന്ന അവസരങ്ങളിൽ പരിശുദ്ധാത്മാവിൻ്റെ വലിയൊരു ശക്തമായ ഒരു പ്രഭാവത്തിൻ്റെ കീഴിലായിരിക്കാൻ, കർത്താവിൻ്റെ സ്തോത്രം ഭവനങ്ങളിലേക്ക് ചെല്ലുന്ന അവസരങ്ങളിൽ ഒരു വിടുതലിന് കാരണമായി തീരുവാൻ, യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ വിടുതലിന് കാരണമായി തീരുവാൻ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മെ ഒരുക്കേണ്ടതിനായി കർത്താവെ നിശ്ചയമായി ഞങ്ങളെ അനുഗ്രഹിക്കണമേ. കർത്താവെ, ഡെഫിനറ്റ്ലി ഗോഡ് ബ്ലെസ് മീ ലോർഡ് ഇൻ ദ നെയിം ഓഫ് ജീസസ്. ഹല്ലേലൂയ. യേശുവിൻ്റെ നാമത്തിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. നിശ്ചയമായും ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് നമുക്ക് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം. ദൈവത്തിന് സ്തോത്രം. അടുത്തതായി നമ്മെ ഓർപ്പിക്കുന്നത് എന്താണ്? നമ്മെ ഓർപ്പിക്കുന്നത്, ഹല്ലേലൂയ, ഇസ്രായേലിൻ്റെ ദൈവമായ ദൈവത്തോടെ നീ എന്നെ നിശ്ചയമായി എന്ത് ചെയ്യണം, അനുഗ്രഹിക്കണം. അടുത്തായിട്ട് എന്താ പറഞ്ഞിരിക്കുന്നത്? ആമേൻ. സ്തോത്രം. എൻ്റെ അതിരെന്ത് ചെയ്യണം, വിസ്താരമാക്കണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇവിടെ അതിനെ സംബന്ധിച്ച് യാതൊരു പ്രശ്നങ്ങളും ഇല്ല. നമ്മുടെ ബൗണ്ടറികളെ സംബന്ധിച്ച് ഇല്ല. അതിനു വേണ്ടിയുള്ളതായ മറ്റു കാര്യങ്ങളൊന്നും ഒരു പ്രയാസമില്ല. എന്നാൽ പ്രിയമുള്ളവരെ, നമുക്ക് നമ്മുടെ അതിര് വിസ്താരമാകണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇവിടെ ഇരിക്കുന്നതായ ആ സാഹചര്യങ്ങൾ, കൂടിവരവുകൾ, അനേക ആത്മാക്കൾ കടന്നു വരുവാനിടയാകണം. ദൈവത്തിന് സ്തോത്രം. പ്രവാചക ശിഷ്യന്മാരും ഹല്ലേലൂയ ഏലീശായും കൂടെ യാത്ര ചെയ്ത് നമ്മൾ ഇരിക്കുന്ന ഇടം എങ്ങനെയുള്ളതാണ്, വളരെ ഇടുങ്ങിയതായ ഒരു സാഹചര്യത്തിലാണ് നമ്മളിരിക്കുന്നത്. അതുകൊണ്ട് അവരെല്ലാവരും കൂടെ പറഞ്ഞ് ഞങ്ങൾക്ക് യോർദാൻ വരെ പോയി മരം വെട്ടിക്കൊണ്ട് വരുവാനായിട്ടൊരു തീരുമാനം എടുക്കുവാനിടയായി. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ ഏലീശ എന്താ പറഞ്ഞത്, നിങ്ങൾ പോ. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ അവരെല്ലാവരും കൂടെ പറഞ്ഞ് നിശ്ചയമായിട്ടും ആര് വരണം, യജമാനനും കൂടെ എന്ത് ചെയ്യണം, ഞങ്ങളുടെ കൂടെ വരണം. ദൈവത്തിന് സ്തോത്രം. പ്രിയമുള്ളവരെ, കർത്താവിന് സ്തോത്രം. ഹല്ലേലൂയ.
ഈ വനാന്തരമാകുന്നതായ ഈ ലോകത്തിൽ ദൈവത്തിന് സ്തോത്രം. അനേക മരങ്ങളെ വെട്ടിയെടുക്കുവാൻ തക്കണം നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവിൻ്റെ സാന്നിധ്യമായി നമ്മൾ മുൻപോട്ട് പോകുന്നുവെങ്കിൽ കർത്താവിന് സ്തോത്രം നമ്മൾ അതിനെന്ത് ചെയ്യാൻ സാധിക്കും? ഇപ്പോഴത്തെ ഇടുങ്ങിയ സാഹചര്യങ്ങൾക്ക് ഒരു വ്യത്യാസം വരുവാനിടയായി തീരും. നമുക്ക് എല്ലാ ഇടങ്ങളും എല്ലാ ഇടങ്ങളിലേക്ക് പോകാൻ കഴിഞ്ഞില്ലെങ്കിലും യജമാനോട് കാര്യങ്ങളെല്ലാം പറഞ്ഞാൽ, ദൈവത്തിന് സ്തോത്രം, നല്ലവനായ കർത്താവിനോട് നമ്മുടെ കാര്യങ്ങൾ പറഞ്ഞാൽ നമ്മുടെ അതിര് വിസ്താരമാക്കുവാൻ ഇടയായി തീരും. കണ്ണുനീരോടെ ഇന്ന് പൽക്കാലം ദൈവമക്കളെ നമുക്ക് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം. കർത്താവേ, ലോർഡ് എക്സ്റ്റെൻഡഡ് മൈ ടെറിട്ടറി, ഹല്ലേലൂയ. ഓ ലോർഡ് എക്സ്റ്റെൻഡഡ് മൈ ബൗണ്ടറി, ഞങ്ങളുടെ അതിര് നീ എന്ത് ചെയ്യണമേ? വിസ്താരമാക്കണമേ, ഹല്ലേലൂയ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം. നിശ്ചയമായി ഞങ്ങളെ അനുഗ്രഹിക്കണമേ, ഞങ്ങളുടെ അതിരെന്ത് ചെയ്യണമേ? വിസ്താരമാക്കണമേ. അതുമാത്രമല്ല, അടുത്ത വാക്യത്തിൽ എന്താ എഴുതിയിരിക്കുന്നത്? എന്താ പറഞ്ഞിരിക്കുന്നത്? നിൻ്റെ കൈ എന്തായിരിക്കണം? ലോർഡ് വിത്ത് മീ ലോർഡ്, ഹല്ലേലൂയ. നിൻ്റെ കൈ എന്നോടുകൂടി എന്ത് ചെയ്യുക? ആ കൈ എന്നോടുകൂടി ഇരിക്കുക എന്ന് പറഞ്ഞാൽ ഹല്ലേലൂയ, കർത്താവിൻ്റെ കൃപ നമ്മോടുകൂടി ഇരിക്കുക. ഇന്ന് പൽക്കാലം നമുക്ക് കർത്താവിൻ്റെ കൃപയ്ക്കായി നമുക്ക് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം. ആ കൃപ നമ്മുടെ മേൽ ധാരാളമായി ചൊരിയേണ്ടതിനായി പ്രാർത്ഥിക്കാം. അത് കൃപയായി മാറട്ടെ പ്രിയമുള്ളവരെ. ഹല്ലേലൂയ. കരങ്ങളെ ഉയർത്തി നമ്മുടെ ദൈവത്തിന് നമുക്ക് സ്തോത്രം ചെയ്യാം. നിൻ്റെ കൈ എന്നോടുകൂടി ഇരിക്കണം. ഏലിയാവിൻ്റെ കൂടെ യഹോവയുടെ കൈ കൂടെ ഇരുന്നു. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ഭയങ്കര മഴയുടേതായ ആ ഇരുമ്പിപ്പായുന്നതായ മഴയുടേതായ ആ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. ഏലിയാവിൻ്റെ മേൽ യഹോവയുടെ കൈ വന്നു കഴിഞ്ഞപ്പോൾ ആഹാബിൻ്റെ രഥത്തിന് മുമ്പ് എന്ത് ചെയ്തു? ഓടുവാനിടയായി തീർന്നതുപോലെ പ്രിയമുള്ളവരെ, ഇന്ന് പോലെ കർത്താവിൻ്റെ കൈ നമ്മോടുകൂടി ഇരുന്നാൽ ഹല്ലേലൂയ, ഇന്നത്തെ ക്ഷീണങ്ങളെല്ലാം നമുക്ക് മാറുവാൻ കഴിയും. മുൻപോട്ട് ഓടുവാനിടയാവും. ഞാൻ നല്ല പോർ പൊരുതുവാനിടയായി തീരും. ഹല്ലേലൂയ. I fought a good fight. I finished my race. ഞാൻ ഓട്ടം തികയ്ക്കുവാനിടയായി എന്ന് പറയുവാനിടയായും. കർത്താവിൻ്റെ കൈ കൂടി ഉണ്ടെങ്കിൽ മാത്രമേ അത് സാധ്യമാകത്തുള്ളൂ. കർത്താവിന് സ്തോത്രം. കർത്താവ്, അങ്ങയുടെ കൈ എൻ്റെ കൂടെ ഉണ്ടായിരിക്കണം. അത് മതി. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. അത് മാത്രമല്ല, അടുത്ത വാക്യത്തിൽ അവസാനിക്കുക എന്താ പറഞ്ഞിരിക്കുന്നത്? ഹല്ലേലൂയ. അനർത്ഥം എനിക്കെന്താണ്? അനർത്ഥം എനിക്ക് വ്യസന കാരണമായി തീരാതവണ എന്നെ കാക്കുകയും ചെയ്താൽ കൊള്ളാമായിരുന്നു എന്ന് അപേക്ഷിച്ചു. അടുത്ത വാക്യത്തിൽ എന്താ? ആൻഡ് ഗോഡ് ഗ്രാൻഡഡ് ഹിം വാട്ട് ഹി റിക്വസ്റ്റ് ഇൻ ദ പ്രസൻസ് ഓഫ് ദ ലോർഡ്. എന്താണ് ഹല്ലേലൂയ കർത്താവിനോട് അപേക്ഷിച്ചു, അത് തനിക്ക് എന്ത് ചെയ്തെന്നാണ് പറഞ്ഞിരിക്കുന്നത്? വിതൗട്ട് എനി ക്വസ്റ്റ്യൻ. ഹല്ലേലൂയ. യാതൊരു ക്വസ്റ്റ്യനും കൂടാതെ കർത്താവ് സപ്ലൈ ചെയ്യുവാനിടയായി. ശലോമോൻ ദൈവസന്നിധി പ്രാർത്ഥിക്കുവാനിടയായി. കർത്താവേ, ഈ ഭയങ്കരമായി ഈ ജനക്കൂട്ടത്തെ ഭരിക്കുവാൻ എനിക്ക് യാതൊരു കഴിവുമില്ല. അവിടുന്ന് ജ്ഞാനവും വിവേകവും തരണമേ എന്ന് പ്രാർത്ഥിക്കുവാനിടയായി. മറ്റൊരു ക്വസ്റ്റ്യനും കൂടാതെ കർത്താവ് സമൃദ്ധിയായി അനുഗ്രഹിക്കാനിടയായി. അങ്ങനെയാണെങ്കിൽ പ്രിയമുള്ളവരെ, കർത്താവിൻ്റെ സന്നിധിയിലായിരിക്കുന്നതായ ദൈവമക്കൾക്ക് ഒരുമിച്ച് പറയാൻ കഴിയും. എബേസിനോട് ചേർന്ന് പറയാൻ കഴിയും, കർത്താവേ, നിശ്ചയമായി ഞങ്ങളെ അനുഗ്രഹിക്കണം. ഞങ്ങളുടെ അതിരെന്ത് ചെയ്യണം? വിസ്താരമാക്കണം. ഞങ്ങളുടെ ബൗണ്ടറീസ് വിശാലമാക്കണം. അനർത്ഥം ഞങ്ങൾക്ക് എന്ത് ചെയ്യരുത്? വ്യസന കാരണമാകരുത്. അതുമാത്രമല്ല, ഇതെല്ലാം അപേക്ഷിച്ചതെല്ലാം കർത്താവ് എന്ത് ചെയ്തു? ഗ്രാൻറ്റ് ചെയ്യുവാനിടയായി. ഹല്ലേലൂയ. കരങ്ങളെ ഉയർത്തി നമ്മുടെ ദൈവത്തിന് ഒരിക്കൽ കൂടെ സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, കർത്താവിൻ്റെ അടുക്കിലേക്ക് നമുക്ക് അടുത്ത് ചെല്ലാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കണ്ണുകളെ അടയ്ക്കാം. ഒരു നിമിഷം നമുക്ക് സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കാം. കർത്താവേ, വചനത്തിനായി നന്ദിയോട് സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ദൈവത്തിൻ്റെ ആത്മാവ് ഞങ്ങളോട് ഇടപെട്ടതായ ആലോചനകൾക്കായി നന്ദിയോട് സ്തോത്രം. എബേസിനെ പോലെ ഹല്ലേലൂയ ദൈവസന്നിധിയിൽ നമ്മുടെ കർത്താവിനോട് നമ്മുടെ വിഷയങ്ങളെ വെച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ചോദിക്കുന്നില്ല, നിനക്കുന്നില്ല, അത്യന്തപരമായി നടത്തുവാൻ കഴിയുള്ള സർവ്വശക്തനായ ദൈവമേ, അങ്ങയുടെ സാന്നിധ്യം ഞങ്ങളുടെ മധ്യ ഉള്ളതിനായി സ്തോത്രം. ദൈവത്തോട് അടുത്ത് ചെല്ലുവിൻ, എന്നാൽ അവൻ നിങ്ങളോട് അടുത്ത് വരുമെന്ന് അരുളി ചെയ്തവനായ കർത്താവിനോട് ഞങ്ങളുടെ ആവശ്യങ്ങളെ സ്തോത്രത്തോടെ ദൈവസന്നിധി ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന അവസരങ്ങളിൽ ഒരു വലിയ വിടുതലിന് കാരണമായി തീരുവാൻ നിശ്ചയമായി ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ അതിര് വിസ്താരമാക്കുമാറാകണമേ. നിൻ്റെ കൈ ഞങ്ങളോട് ഉണ്ടായിരിക്കണമേ കർത്താവേ. അനർത്ഥം ഞങ്ങൾക്ക് വ്യസന കാരണമാകരുതേ. നീതിമാൻ്റെ അനർത്ഥം അസംഖ്യമാണ്. എല്ലാറ്റിലും വിടിവിക്കുന്നവനായ വലിയവനായ കർത്താവിനായി നന്ദിയോട് സ്തോത്രം, സ്തോത്രം, സ്തോത്രം. കരങ്ങളെ ഉയർത്തി നമ്മുടെ ദൈവത്തിന് നമുക്ക് സ്തോത്രം ചെയ്യാം. ഈ വചനത്തിനായി നന്ദിയോട് സ്തോത്രം ചെയ്യാം. ഇതെല്ലാവരുടെ മേലും വലിയ വിടുതലിന് കാരണമായി തീരുവാൻ്റെ ഗുണം പരിശുദ്ധാത്മാവ് എല്ലാവരും ഒരുക്കേണ്ടതിനായി നമുക്ക് സ്തോത്രം ചെയ്യാം. കരങ്ങളെ ഉയർത്തി നമുക്ക് ഒരിക്കൽ കൂടെ നമുക്ക് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കൃപയേറും